ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുട്ടിനും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമ്മൾക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്കിനി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലോട്ട് ഒരു പകുതിയോളം സവാള അരിഞ്ഞിടുന്നുണ്ട്. അതുപോലെ 2-3 പച്ചമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ, അല്ലെങ്കിൽ ഞാനിവിടെ 5 വിസിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിക്കുക. പിന്നെ അത് ചൂടാകുമ്പം വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, 2-3 ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ നന്നായിട്ട് വറുക്കണം. ഇനി കറിവേപ്പില ഇടുകയാണ്. ഞാനിപ്പോൾ ഒരു പകുതിയോളം കറിവേപ്പില ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് മുഴുവൻ വേണമെങ്കിൽ മുഴുവനും ഇടാം. ഇവിടെ ഇപ്പം കറിവേപ്പില അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി ഇടുന്നത്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും വറുത്തെടുക്കുക. തേങ്ങ ഒരു പകുതി വറവാകുമ്പം കറിവേപ്പില ഇട്ടാൽ മതി. അതിനുശേഷം പിന്നെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം ഇനി നമ്മൾക്ക് പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ അപ്പം നന്നായിട്ട് കുറച്ച് വെക്കണം. നല്ല ലോ ഫ്ലെയിമിലായിരിക്കണേ. ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് അപ്പോഴത്തേക്ക് നമ്മുടെ കടലയും വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക, വെള്ളവും കൂടെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ആ അരപ്പ് നമ്മളുടെ കടലയിലോട്ട് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം. പിന്നെ ഉപ്പും കൂടെ ചെക്ക് ചെയ്യണേ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടെ ഇവിടെ ഇടാം. നമ്മൾ കടലയിൽ നേരത്തെ ഇട്ടതിൽ ചിലപ്പം അത്ര ഉപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടെ തേങ്ങ അരച്ചതിന് ശേഷം ഇടാം, കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇനി കടുക് താളിക്കുക ചെയ്യേണ്ടത്. അതിലോട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് നമ്മുടെ കടലക്കറിയിലോട്ട് ഒഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി. അതും വറുത്തരച്ച കടലക്കറിയാണ്, തേങ്ങ വറുത്തരച്ച കടലക്കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.